ഇതുപോലെ നടക്കോ? നിങ്ങൾ എന്ത് കോണാത്തിലെ കുണ്ടയാണ് ഒരു കാര്യം പറഞ്ഞിട്ട്? എന്റെ ഗ്ലാഡു ആ കുംഭകുമാരൻ നിന്നിട്ട് വന്നോട്ടേന്ന്. കുംഭകുമാരൻ വരണ്ട്. വഴിയിലും കാര്യം കാണാനില്ല. ഒക്കെ കൊറോണ ചത്തോ? ഈ പണ്ടാന്ന് തുറക്കാൻ പറ്റുന്നില്ല. എന്തായി കുമാര? ഗോസ ശർക്കര കലക്ക് 7 ദിവസം വയ്ക്കണം, 8ാം ദിവസം വാറ്റാം. 8 ദിവസം ഞാൻ പിന്നെ ഇത് മാങ്ങാണ്ടി ഉണ്ടാക്കും. ഏതായി ചക്കൻ കുമാര ഒന്ന് പറഞ്ഞ മനസ്സിലാക്കിയ പച്ചോളം മറ്റേ മതിയാവൂലെന്ന്. ഗ്ലാഡു നല്ല മോനല്ലേ, കുറച്ചു നേരം മൊബൈലിരുന്ന് കുത്തിയെ. ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ. കുമാര അപ്പൊ ഒന്നും നടക്കില്ലേ? ഒന്നും നടക്കില്ല. മിനിമം എനിക്ക് 8 ദിവസം വേണം. റിട്ടയർമെന്റിന് മുമ്പെങ്കിലും സ്റ്റാർട്ട് ആകുമല്ലോ സാബു. സാർ ഇപ്പൊ ശരിയാക്കി തരാം. സ്റ്റാർട്ടിങ് ട്രബിളാ. ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞ് ഓരോ ബില്ലുമായിട്ട് വന്ന് താൻ കാശും മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. സത്യം പറ സാബു, താനിട്ട് വല്ല പണി എടുക്കുന്നുണ്ടോ? അയ്യോ സാർ, സത്യമായിട്ടും പണിയാൻ തന്നെയാണ് സാർ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നത്. ഇത് പിന്നെ പഴയ വണ്ടി ആയതുകൊണ്ടാണ്. അല്ല സാബു, ഈ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ 1-1.5 മിനിറ്റ് കൊണ്ട് കത്തിത്തീരുന്ന സാധനമാണ്. അല്ലാതെ ആമസോൺ മരമൊന്നുമല്ല മാസങ്ങളോളം നിന്ന് കത്താൻ. ഈ കുന്ത്രാണ്ട് ഒന്ന് സ്റ്റാർട്ട് ആക്കും സാബു. എനിക്ക് ആ വലിയന്മാരെ പിടിക്കണം. ഞാൻ ഫ്രണ്ടിൽ പോയി നോക്കിയിട്ട് സാർ. എന്തെങ്കിലും ചെയ്യും. സാറൊന്ന് വണ്ടി നിർത്തിയേ. നിർത്താടാ ചാടല്ലേ. എന്താടാ മുള്ളാനാണ്? സാറൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയേ. എന്താ മോനെ? എത്ര കാലായി സാറേ എങ്ങനെ അലേണേ, എന്നിട്ടൊരു കുന്തവും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ സാറേ. ചേട്ടായി ഇത് നോക്കിയേ. ഇത് പോസ്റ്റ് ചെയ്ത ഡേറ്റ് നോക്കിയേ. റീസെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്താണ്. അവന്റെ ലീക്കണ ഫുള്ള് കണ്ട പൊട്ടിച്ചടല. എന്റെ മനസ്സ് പറഞ്ഞ പൊട്ടിച്ചടലെന്ന്. എനിക്ക് അവനെ വേണം. കുമാര എനിക്ക് ഇവനെ കിട്ടണം. ഇതാ ബാറി പറഞ്ഞ ചക്കന എന്ത് വില കൊടുത്ത് എനിക്ക് കിട്ടണം. നമുക്ക് പൊക്കാൻ കോഴ്സ പൊക്കണം കുമാര. അവൻ ഏത് പാതാളത്തിലാണെങ്കിലും നമുക്ക് പൊക്കിയിരിക്കണം. എടാ സാബു, ഞാനിപ്പോ FB കണ്ട ഫോട്ടോ ഇത്. ധവാനോ? ധവാൻ തന്നെ. ഇപ്പൊ അടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാ. ആ ഡേറ്റ് കണ്ടാ നീ? എന്റെ മനസ്സ് പറയുന്നു കുപ്പി ബാക്കി എവിടെ ഉണ്ടാവും. ഇവൻ ആനത്തടം തന്നെ അവന്റെ സ്ഥലം. നമ്മടാ സ്റ്റേഷനാ തൊട്ടടുത്ത്. കുപ്പി പൊക്കിയ നിന്റെ ജോലി പോകാതെ കഴിച്ചില്ലാക്കാൻ സാബു. എനിക്ക് വേണോടാ ഇവനെ, ഇവനെയും ഇവന്റെ കുപ്പിയും. ഏത് വഴിക്കാണെങ്കിലും ഇവനെ ഞാൻ പൊക്കിയിരിക്കും. പൊക്കണം, ഇല്ലെങ്കിൽ ജോലി പോവും. അവന്റെ കിടപ്പ് കണ്ടില്ലേ? കോണത്തിൽ കൊറോണ കാരണം പാറ്റൂലൊരു കുണ്ടില്ല. കുടി തുടങ്ങിയപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് എന്റെ പൊന്നെ. ഇനുവല്ലേ ഞാനുണ്ട്. ഇവനെന്താ ഇതിൻ്റെ ഉള്ളിന്ന്? നീ ഇതെവിടെ പോയതാ? വാറ്റ് കിട്ടുമോ നോക്കാൻ വന്നാറാ. എന്നിട്ടല്ലോ കിട്ടിയാ? അളിയൻ കുക്ക് ചെയ്തില്ലാന്നറിയാം. 500 രൂപയ്ക്ക് ഒരു പെഗ്ഗെങ്കിലും താടാ. നിനക്ക് പെഗ് വേണോ ലിഫ്റ്റ് വേണോ? പെഗ്. ആ എന്നാ ഇവിടെ തന്നെ എന്നോ? ഇല്ലല്ലോ, ഞാനുണ്ട്. ലിഫ്റ്റ്. ഓപ്ഷൻ ബി ലിഫ്റ്റ്. എന്റെ വിനോ ഇറക്കി വിടില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. പറയും. നീ എന്തൊരു വാണോടാ. നീ ഒരു മരവാണോ? നിന്റെ ഡ്രോൺ അടിച്ചോണ്ട് പോയവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും. ഇതാനത്തരം സബ് ഇൻസ്പെക്ടർ റോക്കറ്റ് ഷിബുവിന്റെ വാക്കാണ്. അയ്യോ, റോക്കറ്റ് വേണം. കൊറോണ പറയാനോന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ കർത്താവേ. അച്ചോ അച്ചോ ആ അച്ഛാ, അച്ഛനെങ്ങാനും കൊറോണ വന്നോ ഇനി? ആ പാപ്പനാ? ആ ആ പാപ്പ കുർബാനൊന്നും ഇല്ല പാപ്പ, പള്ളിയൊക്കെ അടച്ചിട്ടിരിക്കുക. അതിന് ഞാൻ കുർബാനക്ക് വന്നതല്ല അച്ചോ. ഒരു ലേശം വൈനുണ്ടെങ്കിൽ തരണം. വൈനാ? എന്ത് വൈൻ? ബിഷപ്പ് വൈൻ. കയ്യും കാലും മറിച്ചിട്ട് പാടില്ല അച്ചോ, ഒരു തുള്ളി തരണം. അത് കലക്കി. വൈനും കീരൊന്നുമില്ല പാപ്പ, സ്ഥലം ഇടാൻ നോക്ക്. എന്നെ ഉപേക്ഷിക്കല്ല അച്ചോ, ഒരു ലേശം കൊണ്ടാ. പാപ്പനെ ഉപേക്ഷിക്കല്ല അച്ചോ. പാപ്പ നിന്നിട്ട് കാര്യമില്ല, വൈനൊന്നുമില്ല. സ്റ്റാൻഡ് വിട്ട്, സ്റ്റാൻഡ് വിട്ട്. ഒരു ലേശം വൈനല്ലേ ചോദിച്ചുള്ളൂ.
നമ്മുടെ കർത്താവ് വെള്ളം വീഞ്ഞാക്കിയോനല്ല അച്ചോ. ആ അത് ശരിയാണല്ലോ. താനേ ആ കിണറ്റിന്ന് 2 ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പൊക്കോട്ടാ. ബാക്കിയുള്ള ഒന്നും ഒരു തുള്ളി കുടിച്ചിട്ട് ദിവസങ്ങളായി. അതിലിടയ്ക്കാ അയാളുടെ ബിഷപ്പ് പോയി. പാട്ടൊക്കെ വെച്ച് എന്താ ഇവിടെ എന്താ ഇവിടെ നിക്കണേന്നാ ചെന്ന് കയറി നോക്കാം അങ്ങട്. നിങ്ങളുടെ അതിന് തുണിയിലാണ്ട് കിടന്ന് തുള്ളുണ്ട് അവിടെ. സാനിറ്റൈസർ നിന്നോട് ഞാൻ പറഞ്ഞിട്ട് പല പ്രാവശ്യം ഈ സാമാനം വീട്ടിൽ കയറ്റിരുന്നു. കൊറോണ എന്ന് വെച്ചാൽ അവനെ അടിച്ച് ഓർഡർ ഞാൻ ചെക്കൻ വീണ്ടും എടുത്ത് കുടിക്കാൻ നിൽക്കണം. ഒരു പ്രാവശ്യം കുടിച്ച എന്റെ ക്ഷീണം ഇതുവരെ തീർന്നല്ലേ. അടിച്ചു പൂസ് മലയാളി രജനി പോലെ മാസ് ബേബി ഡാൻസ് സിമ്പിൾ മൂവ്സ് തെറിയാതെ ഒളിനാടൻ മോൺ വാക്ക് ആ വാള് കൊഞ്ഞ പൂക്കളം ഇട്ടു കവലയിൽ നാള് കളിച്ചു നോക്കി ചിരിച്ചു ചേച്ചു. എടാ നീ എന്ത് തെണ്ടിത്തരി കാണിക്കണേ? തെണ്ടിത്തരോ? ആ ചേട്ടായിക്ക് ഓർമ്മയുണ്ടാ? എന്ത്? ആളൂർ കല്ലട ബാറിലും ഇരിഞ്ഞാലക്കുട ജോളി ബാറിലും പേരാമ്പ്ര കൊട്ടാരം ബാറിലും അടിച്ച് ഇതുപോലെ തുണിയില്ലാണ്ട് നമ്മൾ ഡാൻസ് കളിച്ച കുറെ പ്രതാപാലം ഉണ്ടായിട്ടുണ്ട്. മദ്യം കിട്ടാനുള്ള ഞാൻ ഡാൻസ് കളിക്കട്ടെ, എന്നെ കൊണ്ട് നിർത്തിക്കരുത്. പാട്ടിട് പാട്ടേക്ക് പാട്ട് വെക്കാൻ തിരിഞ്ഞു നോക്കി ഞാൻ വിളിച്ചു ഡാൻസ് എനർജി പിടിച്ചു പിടിച്ചു പട്ട് കെട്ടു പെട്ടു വലുതാവും. ഇവനൊരു മാങ്ങാണ്ടി മോർണായോണ്ടാ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാട്. മനുമോൻ ടെൻഷൻ അടിക്കണ്ട, അവൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. മോന്ത മാങ്ങാണ്ടിയാണെങ്കിലും മറ്റേ കാവുമുണ്ടും മറ്റേ അടയാളങ്ങളും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതേ കാവുമുണ്ട്. നോക്കി സാറേ കരാമാറ്റോണ്ടാ. സാറത് ശരിക്കോളന്നാ, അത് 2 അടിയുള്ളു. എന്താ സാറേ? മാസ്ക് മാറ്റടാ. ഇല്ല സാറേ. പോലീസാണ് പറയുന്നത്, മാസ്ക് മാറ്റടാ. ആര് പറഞ്ഞാലും മാസ്ക് മാറ്റണ്ടെന്ന് ഞങ്ങളുടെ മോദിജി പറഞ്ഞിട്ടുണ്ട് സാറേ. പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. മോദിജിയുടെ വാക്ക് ഞാൻ ധിക്കരിക്കില്ല സാറേ. മാസ്ക് മാറ്റ്. അയ്യോ വരണ്ട ചുമ ലക്ഷണമാണ്. ഇല്ല സാറേ, ഞാൻ അത് മാത്രം ചെയ്യില്ല. ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ 8 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. എനിക്കൊരു ചെറിയ ഭാര്യയും 2 ചെറിയ പെൺകുട്ടികൾ ഉള്ളതാണ്. എന്നെ മരണത്തിലേക്ക് തള്ളരുത് സാർ, പ്ലീസ് സാർ, സോറി. അയ്യോ സാറേ ഞാൻ പോവില്ല. ഭാര്യ ഒളിച്ചോടിയെങ്കിലും 2 പിള്ളേരുള്ള സാർ. എന്താണ് വിഷമിക്കണ്ട, ഞാൻ പോവാം. അയ്യോ ഇത് കൂടാണ്ടാ. അവസാനായിട്ട് ചോദിക്കുക, ആ മാസ്ക് ഒന്ന് മാറ്റാൻ പറ്റില്ല? ഇല്ല സാർ, ഇനി കൊറോണ അറിയാണ്ട് ഞാൻ മാസ്ക് മാറ്റില്ല. ഒന്ന് പോടാ. മണ്ടം വിശ്വസിച്ചു. വല്ലൊന്നും നടക്കും സാറേ. മനുമോൻ ടെൻഷൻ അടിക്കണ്ട, അവൻ നമ്മൾ പൊക്കിയിരിക്കും. പിന്നെ ഈ പോയവൻ, ഇവന്റെ 1-2 സാധനങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട മനുമോനെ നമ്മൾ പൊക്കിയിരിക്കുന്നേ.